ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഓഫർ കൊടുത്തിരുന്നു. അപ്പോൾ ആ ഓഫർ കുറച്ചുകൂടി നീട്ടിയിട്ടുണ്ട്. കാരണം ഒത്തിരി പേര് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർ ഓഫർ കുറച്ച് നാൾ കൂടി നീട്ടി. അതായത് ജൂൺ 1 തീയതി വരെ ഓഫർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ്. 5 പ്ലാന്റ് എടുക്കുമ്പോൾ 1 പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കും. അതുപോലെ 10 പ്ലാന്റ് എടുക്കുമ്പോൾ 2 പ്ലാന്റ് ഫ്രീ ഉണ്ടായിരിക്കും. 15 പ്ലാന്റ് എടുക്കുമ്പോൾ 3 പ്ലാന്റും 20 പ്ലാന്റ് എടുക്കുമ്പോൾ 4 പ്ലാന്റും, അതായത് ഗ്രാഫ്റ്റഡ് ചെയ്ത പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി കസ്റ്റമർ അപ്പോൾ പറഞ്ഞത് കാരണം 1 തീയതി ജൂൺ വരെ ഈ ഓഫർ നീട്ടിയിരിക്കുകയാണ്. ഡെയിലി എന്നും ആൾക്കാർ ഓഫർ കഴിഞ്ഞിട്ടും, അതായത് മിനിങ്ങാന്നോടുകൂടി ഓഫർ കഴിഞ്ഞതാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വാട്സാപ്പിൽ മെസ്സേജ് മാത്രം അയക്കുക, വിളിക്കരുത്. ഞാൻ ഇതിനു മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 5-6 ദിവസം താമസിക്കുമ്പോൾ ഉടനെ തന്നെ ടെലിഫോൺ ചെയ്യുകയാണ്. അതായത് ഒരു ഫോണല്ല, ഡെയിലി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അവരുടെ അതായത് അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നത് കൊൽക്കത്തയിലെ കണ്ടീഷൻ 38 ഡിഗ്രി 40 ഡിഗ്രി വരെ ചൂടാണ്. അത് നഴ്സറിക്കകത്താകുമ്പോൾ 42-45 വരെ ചൂടുണ്ടെന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ഗൂഗിളിൽ. അപ്പോൾ പകലൊന്നും പാക്കിങ് നടക്കുന്നില്ല. ആൾക്കാർക്കെല്ലാം അസുഖങ്ങളൊക്കെ വന്ന് അങ്ങനെ രാത്രി മാത്രമാണ് പാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം 60-80 പാഴ്സലോളം അയച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ബാച്ചിൻ്റെത് നാളെ മുതൽ, തിങ്കളാഴ്ച മുതൽ അയച്ചു തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. ഇതാണ് കാറ്റലോഗ്. കാറ്റലോഗ് നിങ്ങൾ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ കാറ്റലോഗ് ഇട്ട് തരുന്നതാണ്. ഇതിൽ നിന്നും സെലക്ട് ചെയ്യേണ്ട. നിങ്ങൾക്ക് കാറ്റലോഗ് ആവശ്യമുള്ളവർ എന്നോട് ചോദിച്ചാൽ മതി, കാറ്റലോഗ് ഇട്ട് തരുന്നതാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ക്ഷമയുള്ളവർ മാത്രമേ എന്നെ ഓർഡർ ചെയ്യാവൂ. കാരണം ചിലപ്പോൾ 10 ദിവസം വരെ എടുക്കാം. കാരണം ഈ കണ്ടീഷനാണ്, അങ്ങനെയാണ്. നമുക്ക് ഇവിടെയാണ് മഴയുള്ളത്, അവിടെ ഭയങ്കരമായ ചൂടാണ് കൊൽക്കത്തയിൽ. അപ്പോൾ പ്ലാന്റുകൾ നല്ല രീതിയിൽ തന്നെ വരും. നിങ്ങൾ ഒരാളല്ല ഓർഡർ ചെയ്യുന്നത്, അതുകൂടി മനസ്സിലാക്കുക. കുറച്ച് ഓർഡർ ആയതിനു ശേഷം, അതായത് ഒരു 10-25 ഓർഡർ ആകുമ്പോഴാണ് അവർ അയക്കുന്നത്. അല്ലാതെ ഒരാളിന് വേണ്ടിയിട്ട് പോയി നഴ്സറിയിൽ പോയി കളക്ട് ചെയ്ത് അത് പിന്നെ സാഫിൽ മുക്കി വെച്ച് ഉണക്കി അയക്കാൻ കഴിയില്ല. ഒരു ബാച്ചാണ് അയക്കുന്നത്, അതുകൂടി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്ലാന്റുകൾ കിട്ടും. നിങ്ങൾ പിന്നെ കുറച്ച് പേർ പിന്നെ താമസിക്കുമ്പോൾ വിചാരിക്കുന്നുണ്ട് പറ്റിപ്പാണ്, തട്ടിപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങാതിരിക്കുക. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം, ഏകദേശം ഇപ്പോൾ 2000-ന് പുറത്ത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കസ്റ്റമർ. 2000-ൽ കൂടുതൽ കസ്റ്റമർ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അവർക്കറിയാം ഞാൻ പ്ലാന്റ് അയച്ചു കൊടുക്കുമോ ഇല്ലയോ എന്ന്. പിന്നെ വേറൊന്നുള്ളത്, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കസ്റ്റമേഴ്സിന് കിട്ടിയ പ്ലാന്റിൻ്റെ വിവരങ്ങളും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ലേറ്റസ്റ്റ് വെറൈറ്റി ചെടികളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. കിട്ടുമ്പോൾ പൂക്കൾ ഉണ്ടായിരിക്കില്ല, അതുകൂടി മനസ്സിലാക്കുക. എന്തായാലും ഈ ജൂൺ മാസമൊക്കെ കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ വളർന്ന് നിങ്ങൾക്ക് പൂക്കൾ തരുന്ന പ്ലാന്റുകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത്. ഈ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും. ഇതെല്ലാം ഞാൻ വരുത്തി പൂക്കളായ പ്ലാന്റുകളാണ്. പൂക്കളുടെ സമയം ഇപ്പം ജൂണാണ്. ജൂണിൽ കുറച്ച് കുറയും പൂക്കളുടെ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, പ്ലാന്റ് കിട്ടുന്നവർ ദയവ് ചെയ്ത് എനിക്ക് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ എടുത്ത് അയച്ചു തരിക. അതുപോലെ തന്നെ പ്ലാന്റിന് പൈസ അയച്ചിട്ട് അഡ്രസ്സ് ഇടാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നും ഏകദേശം 3 പേര് അഡ്രസ്സ് ഇടാതെ പ്ലാന്റിന് ഓർഡർ ചെയ്ത് പൈസയും അയച്ചിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുടെ മെസ്സേജുകൾ താഴെ പോവുകയും പിന്നീട് കാണാതാവുകയും ചെയ്യും. പിന്നീട് പ്ലാന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വന്നിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഫോൺ വിളിച്ചിട്ട് എടുക്കാതെ തിരിച്ചു പോയ ഒത്തിരി പാഴ്സലുകളുണ്ട്. ചില ആൾക്കാർ 2 ഫോൺ നമ്പർ തരും. ഒരു ഫോൺ നമ്പർ വാട്സാപ്പ് നമ്പറായിരിക്കും. അവിടെ അവർ ജനറേറ്റ് ചെയ്യുന്നത് ഒരു ഫോൺ നമ്പറായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. കാരണം ഈ പിൻകോഡ് വെച്ചിട്ട് ആ ഒരു ഫോൺ നമ്പറായിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ മാത്രം തരിക. വേറൊന്ന് പറയാനുള്ളത്, ചെടി കിട്ടാതെ കുറച്ച് താമസിക്കുമ്പോൾ ഒത്തിരി പല നമ്പറുകളിൽ നിന്നും വിളിച്ചിട്ട് എൻ്റെ ചെടി എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്
വിളിക്കുന്നവരുണ്ട്, അത് ഗൾഫിൽ നിന്ന് വിളിക്കുന്നവരുണ്ട്, പല നമ്പറിൽ നിന്നും. അങ്ങനെ വിളിച്ച് ഫുള്ളാക്കാൻ നിൽക്കേണ്ട. കാരണം അങ്ങനെയുള്ളവരുടെ പൈസ ഞാൻ അപ്പോൾ തന്നെ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. കാരണം അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫോൺ എടുക്കുകയില്ല, മെസ്സേജ് അയയ്ക്കുക, അതുപോലെ തന്നെ പ്ലാന്റ് 10 ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ഇത് കൊൽക്കത്തയിൽ നിന്നും വരുന്ന പ്ലാന്റുകളാണ്. ദയവ് ചെയ്ത് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക. ഒത്തിരി പേര് ഓർഡർ ചെയ്ത് പിറ്റേന്ന് തന്നെ എവിടെ എത്തി, എപ്പോൾ അയച്ചു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 10 ദിവസത്തിനുള്ളിലായിരിക്കും പ്ലാന്റുകൾ അയക്കുക എന്ന്. ചിലപ്പോൾ അതിന് മുമ്പ് അയച്ചെന്ന് വരും, ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ അയച്ചെന്ന് വരും. കാരണം അത് 25-20 ഓർഡറൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുമിച്ച് അയക്കുന്നത് കൊണ്ടാണ്. ചിലപ്പോൾ ലാസ്റ്റിൽ അയച്ച വ്യക്തിക്ക് ചിലപ്പോൾ 2 ദിവസത്തിനകം പ്ലാന്റ് ചിലപ്പോൾ അയക്കും, 4 ദിവസത്തിനകം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം എൻ്റെ കാറ്റലോഗിലുള്ളതാണ്. കൊൽക്കത്തയിൽ നിന്നാണ് പ്ലാന്റുകൾ വരുന്നത്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പ്ലാന്റുകൾ ബുക്ക് ചെയ്യാൻ. പിന്നെ CCയുടെ കാര്യം, ഒരുപാട് പേര് 150 രൂപ 5 പ്ലാന്റ് എടുക്കുമ്പോൾ 150 രൂപ കൊറിയർ ചാർജ് വരുന്നുണ്ട്. 10 പ്ലാന്റിന് 200 രൂപയും 15 പ്ലാന്റിന് 250, അങ്ങനെ 50 രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ 25 പ്ലാന്റിൽ കൂടുതൽ എടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. കൊറിയർ ചാർജിലല്ല, പ്രൈസിൽ ഡിസ്കൗണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ 40 പ്ലാന്റും 50 പ്ലാന്റും ഒക്കെ ബുക്ക് ചെയ്ത് വാങ്ങിയവരുണ്ട്. അവർക്കൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. വലിയ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇത് ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ ഒത്തിരി പേര് പ്ലാന്റ് കിട്ടാൻ താമസിക്കുമ്പോൾ ഫ്രോഡാണ്, അങ്ങനെയാണ്, ഇത് നിങ്ങൾ പറ്റിപ്പാണ് എന്നൊക്കെ പറയും. അവർക്കൊക്കെ പറ്റിപ്പ് കിട്ടിയിട്ടുള്ളവരാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനിതിപ്പോൾ 2-3 വർഷമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്ലാന്റിൻ്റെ നമ്പർ അതിൽ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് ചെടികൾ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഒന്നുകൂടി പറയട്ടെ, പ്ലാന്റുകൾ അയക്കുന്നത് 10 ദിവസത്തിനുള്ളിലായിരിക്കും അയക്കുന്നത്. ചിലപ്പോൾ നേരത്തെ കിട്ടും. അത് മനസ്സിലാക്കിയിട്ട് വേണം ബുക്ക് ചെയ്യാൻ. ബുക്ക് ചെയ്തിട്ട് പിറ്റേന്ന് മുതൽ വിളിച്ചു തുടങ്ങരുത്. ഒരുപാട് കോളുകൾ, ഒരുപാട് പ്രാവശ്യം, ഒരു പ്രാവശ്യം കട്ട് ചെയ്താൽ വീണ്ടും വിളിക്കും, വീണ്ടും കട്ട് ചെയ്താൽ വീണ്ടും വിളിക്കും. അങ്ങനെ 10ഉം 25ഉം പ്രാവശ്യം ചേർത്ത് വിളിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സുമുണ്ട്. ദയവ് ചെയ്ത് പറയുകയാണ്, ഫോൺ വിളിക്കരുത്. നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, ഞാൻ അതിന് മറുപടി തരും. പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്ത് പിറ്റേന്ന് തന്നെ വിളിക്കുന്നവർക്കും മെസ്സേജ് അയക്കുന്നവർക്കും ഞാൻ മറുപടി കൊടുക്കുന്നില്ല. കാരണം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്ര ദിവസത്തിനകത്തായിരിക്കും പ്ലാന്റുകൾ അയക്കുക എന്ന്. അപ്പോൾ അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ. ഇപ്പോൾ മഴ സമയം വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്ലാന്റുകളെല്ലാം സുരക്ഷിതമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റോടുകൂടി തന്നെ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും എല്ലാം ചെയ്യും. അപ്പോൾ അടിയനിയമെല്ലാം മാറ്റി വയ്ക്കുക. ഞാൻ എൻ്റെ എല്ലാ അടിയനിയവും തുറസായ സ്ഥലത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഒന്നും മാറ്റി വെച്ചിട്ടില്ല. വലിയ വലിയ പ്ലാന്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്ലാന്റുകളുള്ളവർ ദയവ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഈ മഴ സമയത്ത് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതിനെ സംരക്ഷിച്ചാൽ മാത്രം മതിയാവും. അതുപോലെ മഴ സമയത്ത് കൊടുക്കാൻ പറ്റുന്നത് സാഫ് ഫംഗിസൈഡ് നല്ല രീതിയിൽ, നല്ല വെയിലുള്ള ദിവസം ഒന്ന് അതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിച്ച് സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്താൽ ഫംഗൽ ബാധയൊക്കെ കുറയ്ക്കാൻ കഴിയുന്നതാണ്. പെട്ടെന്ന് വളരാൻ വേണ്ടി ഒത്തിരി പൊടിക്കൈകൾ പല വീഡിയോകളിലും പറയുന്നുണ്ട്. അതൊന്നും ചെയ്യാതിരിക്കുക. കാരണം പച്ചക്കറി വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടിടുക. അപ്പോൾ അതൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ബുക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ പ്ലാന്റിന് സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല, അത് അവർ തരുന്ന പ്ലാന്റാണ്. എന്തായാലും അത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊള്ളുന്നു. നന്ദി.